ഉടനെ തന്നെ നരേന്ദ്രമോദിയുടെ മൂന്നാം മന്ത്രിസഭയിലെ ഒരു പുനഃസംഘടന ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതായത് ക്യാബിനറ്റ് റീഷഫിൾ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്. അതിന്റെ ഡിസ്കഷൻസ് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേശീയ മാധ്യമമായിട്ടുള്ള ന്യൂസ് 18, അമർ ഉജാല അടക്കമുള്ള മാധ്യമങ്ങൾ, ന്യൂസ് 18ന്റെ റിപ്പോർട്ടറായിട്ടുള്ള അമൻ ശർമ്മ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നാലും ഇതിൽ പ്രധാനമായും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തവണത്തെ ക്യാബിനറ്റിന്റെ റീഷഫിൾ അത് രാജ്യത്തെ തന്നെ ഞെട്ടിക്കും എന്നാണ് പല ആൾക്കാരും ചൂണ്ടിക്കാട്ടുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം അറ്റ്ലീസ്റ്റ് 2 dozen മിനിസ്റ്റേഴ്സ് കുഡ് ബി ഷിഫ്റ്റഡ് ഓർ റിമൂവ്ഡ് ഇൻ ദ റീഷഫിൾ എന്നുള്ളതാണ്. 2 ഡസനിലധികം മന്ത്രിമാർ ഇത്തവണ ഈ ക്യാബിനറ്റ് റീഷഫിൾ നടത്തുമ്പോൾ മന്ത്രിസഭയിൽ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 12ഓളം മന്ത്രിമാർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ മന്ത്രിമാർ രാജിവെച്ചേക്കും എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അതിന് പകരം പുതിയ മന്ത്രിമാരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയോഗിക്കാൻ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ BJPയുടെ ഒരു വലിയ പുനഃസംഘടന ഉണ്ടായതേ ഉള്ളൂ. അതിലാണ് കെ സുരേന്ദ്രൻ അടക്കം നാഷണൽ സെക്രട്ടറി ആയി മാറിയത്. അതിലൊരു പുനഃസംഘടന ഉണ്ടായി. വരാൻ പോകുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പാണ് BJP ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പുനഃസംഘടനയിൽ ഈ 12 അല്ലെങ്കിൽ അതിൽ കൂടുതൽ മന്ത്രിമാരെ ഇപ്പോൾ റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ എടുത്തു മാറ്റാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ എടുത്തു ചൂണ്ടിക്കാണിക്കേണ്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അദ്ദേഹം ആ പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിയ ശേഷം മാധ്യമങ്ങൾക്ക് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ ലീക്കായി ലഭിക്കാറില്ല, അതായത് ചോർന്ന് കിട്ടാറില്ല എന്നുള്ളതാണ്. അദ്ദേഹം പല കാര്യങ്ങളും ചെയ്യുന്നത് അദ്ദേഹം ചെയ്തു കഴിഞ്ഞ ശേഷം മാത്രം റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഉചിതം എന്നാണ് പല മാധ്യമ പ്രവർത്തകരും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ 3ാമത്തെ ടേം ആയപ്പോഴേക്കും മനസ്സിലാക്കുന്നത്. കാരണം അവരുടെ പ്രഡിക്ഷൻസ് എല്ലാം പലപ്പോഴും പാളിപ്പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ്.